വിശ്വാസികളും അവിശ്വാസികളുമായി അവിടെ കൂടിയിരുന്നവരെല്ലാവരും എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതെന്നറിയാൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കി. എന്ത് അത്ഭുതമാണ് സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷ എല്ലാവരുടെയും മുഖത്ത് പ്രകടമായിരുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ എല്ലാം ആകാംക്ഷയ്ക്ക് അറുതി വരുത്തിക്കൊണ്ട് തുടർന്നു. ഇന്നലെ രാത്രി ഞാൻ പതിവ് പോലെ മസ്ജിദുൽ ഹറമിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അടുക്കൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു ചേർന്നു. നബിയെ, അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്, അങ്ങ് ഉടനടി പുറപ്പെടുക എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കൂടെ മിന്നലിൻ്റെ വേഗതയുള്ള ഒരു വാഹനമുണ്ടായിരുന്നു. ആ വാഹനത്തിൽ കയറി ഞാൻ നിമിഷ നേരം കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ എത്തിച്ചേർന്നു. അവിടെ നിന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 7 ആകാശങ്ങളിലും മറ്റും അള്ളാഹു അനുവദിച്ച വിശേഷ സ്ഥലങ്ങളിലും പോയി അള്ളാഹുവുമായി മുനാജാത്ത് നടത്തുകയും മുൻകഴിഞ്ഞ അമ്പിയാക്കളോടൊപ്പം നിസ്കാരം നിർവഹിക്കുകയും ചെയ്തു. നേരം പുലരുന്നതിന് മുന്നു തന്നെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. അവിടെ കൂടി നിന്നവരെല്ലാം കേൾക്കാനാകാത്ത എന്തോ കേട്ട പ്രതീതിയുമായി വിഴിച്ചു നിൽക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ എല്ലാം ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്നവരായിരുന്നു. വലിയ വലിയ കാര്യങ്ങളൊന്നും വിശ്വസിക്കാനായിട്ടില്ല. അബൂജഹലും കൂട്ടുകാരായ അവിശ്വാസികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്കുകൾ വെറും ഭ്രാന്തൻ ജൽപ്പനങ്ങളായിട്ടാണ് തോന്നിയത്. അബൂജഹൽ പൊട്ടിച്ചിരിച്ചു, ദീർഘമായ പൊട്ടിച്ചിരി. ആ പരിഹാസച്ചിരിയുടെ അവസാനം അയാൾ വായ തുറന്നു.